ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന് ഓണത്തിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. അത് എവേ ഫ്രം ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് 1-2 ഓണം എക്സാം സ്പെഷ്യൽ വീഡിയോസ്. കാണാത്തവർ കാണുക കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് ഡിസീസസ് ടു കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതായത് പകരുന്നതും പകരാത്തതുമായ ഡിസീസസ് കൊടുത്തിട്ടുണ്ട്. അവയെ 2 രീതിയിൽ, പകരുന്നവ വേറെ പകരാത്തവ വേറെ എന്നുള്ള രീതിയിൽ തരംതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പം കൊടുത്തിരിക്കുന്ന ഡിസീസിൻ്റെ പേര് നമുക്കൊന്ന് നോക്കാം. ട്യൂബർകുലോസിസ്, കോളറ, ക്യാൻസർ, ചിക്കൻഗുനിയ, കിഡ്നി സ്റ്റോൺ, ആസ്മ, ഹൈപ്പർടെൻഷൻ, ഡെങ്കു ഫീവർ, ജോണ്ടിസ്, കോൺട്രാക്റ്റ്, ഡയബറ്റീസ്, എപ്പിലെപ്സി, ജോണ്ടിസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ലെപ്രോപ്സി, ദെൻ ഹാർട്ട് ഡിസീസ്. നമുക്ക് ഒന്ന് തരംതിരിച്ച് നോക്കാം. ആൻസർ നമുക്ക് നോക്കിയാലോ. ആൻസർ വരുന്നത് ഇങ്ങനെയാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ വരുന്നവ വായിക്കാം. ഡെങ്കു ഫീവർ, ജോണ്ടിസ്, ചിക്കൻ ബോക്സ്, ചിക്കൻഗുനിയ, കോളറ, ലെപ്രസി, ദെൻ ട്യൂബർകുലോസിസ്, മീസൽസ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ വരുന്നതാണ് ക്യാൻസർ, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസസ്, കിഡ്നി സ്റ്റോൺ, ആസ്മ, കാറ്ററൈറ്റ്, ദെൻ ഹൈപ്പർ ടെൻഷൻ ആൻഡ് എപ്പിലെപ്സി. സോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? അതിൻ്റെ സബ് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതായത് പകരുന്ന ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഡിസീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് കോസസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? പാത്തജൻസ് ആണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ റീസൺ എന്ന് പറയുന്നത്. സോ വാട്ട് ആർ പാത്തജൻസ്? എന്താണ് പാത്തജൻസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസസ് ആൻഡ് ഫംഗൈ ദാറ്റ് cannot be seen with the naked eyes. They are called pathogens because they cause diseases. പാത്തജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് പകർച്ചവ്യാധികളെല്ലാം പകരുന്നത് ചില മൈക്രോ ഓർഗാനിസംസ് മൂലമാണ്. അഥവാ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലുള്ള നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കാത്ത മൈക്രോ ഓർഗാനിസത്തിലൂടെയാണ് പകർച്ചവ്യാധികൾ പകരുന്നത്. അത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിന് ജനറലി പറയുന്ന പേരാണെന്ത്? പാത്തജൻസ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, write some examples of instances where microorganisms are beneficial. ഈ മൈക്രോ ഓർഗാനിസംസ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ബെനഫിഷ്യലായി മാറാറുണ്ട്, അതായത് ഉപയോഗപ്രദമായിട്ട് മാറാറുണ്ട്. അങ്ങനെ വരുന്ന 2-3 സിറ്റുവേഷൻസ് എക്സാമ്പിൾ പറയാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ സെർട്ടൻ ബാക്ടീരിയ. ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ദോശ മാവ് പുളിക്കുന്നത്. ദെൻ ടേണിങ് മിൽക്ക് ഇൻ ടു കർഡ്, അത് പാല് തൈരായി മാറുന്നത് ചില ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലമാണ്. ഫെർമെൻറ്റേഷൻ ഓഫ് റൈസ് ബാറ്റർ, കൺവേർട്ടിംഗ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു സാൾട്ട് ഇൻ ദ സോയിൽ വിച്ച് ആർ ഈസിലി അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്സ്. അഥവാ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനിലെ നമ്മുടെ മണ്ണിലേക്കുള്ള സാൾട്ടാക്കി മാറ്റുന്നതും എന്തുവഴിയാണ്? ഒരു ബാക്ടീരിയ വഴിയാണ്. യൂട്ടിലൈസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ്റെ ഫീൽഡിലും വളരെയധികം യൂട്ടിലൈസ് ചെയ്യാറുള്ളതാണ് ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിലാണ് നമ്മൾ മെഡിസിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇൻ വാട്ട് വേസ് ഡു ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ദ ഹ്യൂമൻ ബോഡി? ഈ രോഗങ്ങൾ പകരാൻ കാരണക്കാരാവുന്ന മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെ രീതിയിലാണ് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കയറുന്നത്? എങ്ങനെയൊക്കെയാണ്? ത്രൂ മൊസ്കിറ്റോ കടിക്കുന്നതിലൂടെ കയറാം, ത്രൂ ഹൗസ് ഫ്ലൈ ഈച്ചയിലൂടെ കയറാം, ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയും വാട്ടറിലൂടെയും കയറാം, ആൻഡ് ത്രൂ കോണ്ടാക്റ്റ് പരസ്പരത്തിലുള്ള ബന്ധത്തിലൂടെ കയറാം, ആൻഡ് ത്രൂ എയറിലൂടെയും നമ്മുടെ ശരീരത്തിലേക്ക്
ഈ ബാക്ടീരിയ മൈക്രോ ഓർഗാനിസംസ് കയറാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്, ഹൗ മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ദ ബോഡി ആൻഡ് ദ ഡിസീസസ് ദേ കോസ്. എങ്ങനെയൊക്കെയാണ് മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിലേക്ക് വരിക എന്നുള്ളതും അവ മൂലം നമുക്ക് ബാധിക്കുന്ന രോഗങ്ങളും ഉള്ളൊരു ടേബിളാണുള്ളത്. അപ്പോൾ നമുക്കത് നോക്കാം. ത്രൂ വെക്റ്റേഴ്സ്, ത്രൂ സോയിൽ, വോം ഡിസീസ്, ടെറ്റനസ്, ദെൻ ത്രൂ എയർ, ട്യൂബോക്കുലോസിസ്. ഒരെണ്ണം നമ്മൾ ആഡ് ചെയ്യണം. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കോൾഡ്, അതായത് വായിലൂടെ പകരുന്ന അസുഖങ്ങളിൽ ഏതായാലും നിങ്ങൾക്ക് അതവിടെ എഴുതാം. ദെൻ നെക്സ്റ്റ് വൺ ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്, ടൈഫോയിഡ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ജോണ്ടിസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ത്രൂ വെക്റ്റേഴ്സ്, മൊസ്കിറ്റോ വഴി പകരുന്നതാണ് എന്തൊക്കെ, ഡെങ്കു ഫീവർ, മലേറിയ, ചിക്കൻ ഗുനിയ. ദെൻ അതർ ഫ്ലൈസ് വഴി പകരുന്നതാണ് ടൈഫോയിഡ്, കോളറ പോലുള്ള രോഗങ്ങൾ. ദെൻ ഹ്യൂമൻസ് വഴി വരുന്നതാണ് ലെപ്രപ്സി, കോവിഡ് പോലുള്ളവ. ബേർഡ്സ് വഴിയാണ് ബേർഡ് ഫ്ലൂ. ഓക്കെ, അപ്പം ഇതുപോലൊരു ടേബിൾ തന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സെയിം ടേബിളാണ്. സെയിം ടേബിൾ തന്നെ എക്സാമിനും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ആർ വെക്റ്റേഴ്സ്? വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വെക്റ്റേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ടു അവർ ബോഡി. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് രോഗങ്ങളുള്ള മൈക്രോ ഓർഗാനിസംസിനെ ക്യാരി ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് എന്ത് പറയുന്നത്, വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, ബാറ്റ്സ്, റാറ്റ് ഫ്ലീ എക്സെട്ര ആർ സം ഓഫ് ദ വെക്റ്റർ ഓർഗാനിസംസ്. ഇങ്ങനെ എന്താണ് രോഗാണുക്കളെ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഓർഗാനിസത്തിന് എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ, ഹൗസ് ഫ്ലൈയും മോസ്കിറ്റോയും ബാറ്റ്സും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ വി ഡു ടു കൺട്രോൾ വെക്റ്റേഴ്സ്? ഈ വെക്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കീപ് ലീവിങ് ഏരിയാസ് ക്ലീൻ. എപ്പോഴും നമ്മൾ ജീവിക്കുന്ന പരിസരം ക്ലീനായിട്ട് സൂക്ഷിക്കുക. എലിമിനേറ്റ് സ്റ്റാഗ്നൻറ്റ് വാട്ടർ വേർ മോസ്കിറ്റോസ് ബ്രീഡ്. അതായത് വെള്ളം കെട്ടി നിന്ന് കൊതുക് മുട്ടയിടാൻ പാകത്തിനുള്ള വെള്ളം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, നശിപ്പിച്ച് കളയുക. ക്രോസ് ഗ്യാപ്സ് ആൻഡ് ക്രാക്സ് ഇൻ ബിൽഡിങ്സ് ടു പ്രിവെൻറ്റ് റാറ്റ്സ് ആൻഡ് ഇൻസെക്ട്സ് ഫ്രം എൻറ്ററിങ്. അതായത് ബിൽഡിങ്സിലും നമ്മുടെ വീടുകളിലും ഒക്കെയുള്ള ചെറിയ ഗ്യാപ്പുകളും ക്രാക്കുകളും ഒക്കെ എന്ത് ചെയ്യുക, അടയ്ക്കുക. അത് എലികളും അതുപോലുള്ള ഇൻസെക്ട്സും നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഡിസ്പോസ് ഓഫ് ഗാർബേജ് പ്രോപ്പർലി ടു റെഡ്യൂസ് ബ്രീഡിങ് സൈറ്റ്സ്. അതായത് വേസ്റ്റിൻ്റെ ഡിസ്പോസ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കൊതുക് അതുപോലെ ഈച്ച എന്നീ വെക്റ്റേഴ്സ് പെരുകുന്നത് നമുക്ക് തടയാനായിട്ട് കഴിയും. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രിക്വേഷൻസ് ടു അവോയ്ഡ് മൊസ്കിറ്റോ ബൈറ്റ്സ്? മൊസ്കിറ്റോ അഥവാ കൊതുകിൻ്റെ കടി ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കീപ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്. വൈകുന്നേര സമയങ്ങളിലാണ് കൂടുതലായിട്ട് കൊതുകുകൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് ഡോർസും വിൻഡോസും ഒക്കെ വൈകുന്നേര സമയത്ത് ക്ലോസ് ചെയ്ത് വെക്കുക എന്നുള്ളതൊരു പ്രധാന മാർഗ്ഗമാണ്. നെക്സ്റ്റ് വൺ, അപ്ലൈ മൊസ്കിറ്റോ റെപ്പലൻസ് ടു യുവർ സ്കിൻ ആൻഡ് ക്ലോത്ത്സ്. നമുക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള ഒരു തരം ക്രീം, അത് യൂസ് ചെയ്യാം. ദെൻ വിയർ എന്നുള്ളതാണ്, വിയർ എന്നല്ല, തിരുത്തി വായിക്കണം. വിയർ ലോങ് സ്ലീവ്സ് ആൻഡ് പാൻസ് ടു കവർ യുവർ സ്കിൻ. അതായത് നിങ്ങളുടെ സ്കിന്നിനെ കവർ ചെയ്യുന്ന രീതിയിൽ ലോങ് ആയിട്ടുള്ള സ്ലീവ്സും പാൻസും ഒക്കെ വിയർ ചെയ്യുക. ഓക്കെ, ദെൻ യൂസ് മോസ്കിറ്റോ നെറ്റ്സ് ഓവർ യുവർ ബെഡ് വൈൽ സ്ലീപ്പിംഗ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മോസ്കിറ്റോ നെറ്റുകൾ യൂസ് ചെയ്യുന്നതും ഒരു വിധത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും, മോസ്കിറ്റോ ബൈറ്റ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ നമ്മളിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്